16 വയസ്സുകാരനെ പീഡിപ്പിച്ച CPM നേതാവിനെതിരെ പോക്സോ കേസ്. തൃശൂർ മാള ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസെടുത്ത പോലീസിനെതിരെ CPM സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. 16-കാരനെ പീഡിപ്പിച്ച കേസിൽ CPM മാള മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നിലവിലെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ PO ഷാജിക്കെതിരെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി പൂജാക്കടയിൽ നിന്നും പണം കവർന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കാമെന്ന വ്യാജേനയാണ് ഷാജി വിദ്യാർത്ഥിയെ സമീപിച്ചത്. തുടർന്നാണ് പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത്. സംഭവം വിവാദമായതോടെ CPMലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിക്ക് പാർട്ടി നേതാക്കൾ വലിയ തുക നൽകാമെന്ന് ഓഫർ നൽകിയതായും ആക്ഷേപമുണ്ട്. എന്നാൽ നാട്ടുകാർ ചൈൽഡ് ലൈനിന് വിവരം അറിയിച്ചതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷാജിക്ക് വേണ്ടി പാർട്ടിയുടെ ഉന്നതർ അടക്കം പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് വിവരം. ഒളിവിൽ പോയ ഇയാൾ പാർട്ടി സംരക്ഷണയിലാണ് ഉള്ളതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജിക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചതിനെക്കുറിച്ച് അടക്കം അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ജനം, തൃശൂർ. ഏലൂർ വ്യവസായ മേഖലയിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കണ്ണടച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പ്രദേശത്തെ ദുർഗന്ധപൂരിതമാക്കുന്ന അലയൻസ് മറൈൻ പ്രോഡക്ട്സിനെതിരെ കമ്പനിക്കരികിൽ പ്രതിഷേധ സമരം നടത്തി സമീപത്തുള്ള കമ്പനിയിലെ ജീവനക്കാർ. എന്നാൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന അലയൻസ് ഗ്രൂപ്പിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി കമ്പനി ജീവനക്കാരും രംഗത്തെത്തി. പെരിയാറിൽ മത്സ്യക്കുരുതിയുണ്ടായ സമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടി നേരിട്ട അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് പോലുള്ള കമ്പനികൾ വീണ്ടും ഏലൂർ മേഖലയെ മലിനമാക്കുകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതികൾ നൽകിയിട്ടും നടപടികളില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും അലയൻസ് കമ്പനിക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇൻഡോ ജർമ്മൻ കാർബൺ കമ്പനിയിലെ ജീവനക്കാരും കുറ്റപ്പെടുത്തുന്നു. രൂക്ഷഗന്ധമാണ് അസഹനീയം. മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലാതെ പ്രവർത്തിക്കുന്ന അലയൻസ് മറൈൻ അടച്ചിടാൻ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുകയും പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മൗനാനുവാദത്തോടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ്. ഇതൊരു 3 വർഷത്തിലധികമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷമാണ് എടയാർ, ഏലൂർ, മുപ്പത്തടം തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്രയേറെ ദുർഗന്ധം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അതിരൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, ഈ സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചിരട്ടക്കരയിൽ നിന്ന് ഉത്തേജിത കാർബൺ ഉണ്ടാക്കുന്ന ഇൻഡോ ജർമ്മൻ കമ്പനി ജീവനക്കാർ പറഞ്ഞു. സ്മെല്ല് നമ്മുടെ സ്കിന്നില്, നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ മുടിയിലെല്ലാം ഈ സ്മെല്ല് പിടിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വിട്ടുമാറുന്നില്ല. വൊമിറ്റിംഗ് ടെൻഡൻസി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ഒരു 12:30, 1 മണി ടൈമിലൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നമുക്കത് അസഹനീയമാണ്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി KS പ്രകാശ്, പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി നേതാവ് പുരുഷനേലൂർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എന്നാൽ ഇൻഡോ ജർമ്മൻ കമ്പനി തൊഴിലാളികളുടെ ആരോപണങ്ങൾ നിഷേധിച്ച് അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ രംഗത്തെത്തി. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ നടക്കുന്ന സമരം ഇൻഡോ ജർമ്മൻ കമ്പനിയുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നാണ് അലയൻസ് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നത്. അലയൻസ് കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ട് പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ജനം, കൊച്ചി.